അടിച്ചുപൊളി ഓഫർ പ്രൈസ് ആണ്. ഫുൾ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ലോൺ എല്ലാ വണ്ടിക്കും ചെയ്തു കൊടുക്കാൻ പറ്റും. മാക്സിമം പ്രൈസും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. 1 കിലോമീറ്റർ സീറോ ക്ലെയിമിൽ കിടക്കുന്ന നീറ്റ് വണ്ടി അല്ലേ, ക്ലീൻ പീസ് വണ്ടി. ഒരു ഷോറൂം കണ്ടീഷൻ കിടക്കട്ടോ വണ്ടി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. 2 ലക്ഷം 19 വണ്ടിയാണ്. അപ്പൊ എത്രയും കിലോമീറ്റർ ഓടിയാലും മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. CV500 ടോപ്പിന്റെ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. അത് സൺറൂഫ് വരുന്നുണ്ട്, എയർ ബാഗ് 8 എയർ ബാഗ്, ഫീച്ചേഴ്സ് എല്ലാം അന്നത്തെ ഫീച്ചർ റിച്ചാർഡിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഡീസൽ ഓട്ടോമാറ്റിക്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ, ഇസ്മി അരുൺ. അപ്പൊ നമ്മൾ ലീംസ് കാസിലാണ് വന്നിരിക്കുന്നത്. ലിസാൻ, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ടല്ലേ. സൂപ്പർ വണ്ടികളുണ്ട്. അതിനകത്ത് ഇപ്പോൾ കോമ്പാക്ട് SUV-കളുണ്ട്, വലിയ SUV-കളുണ്ട്, സെഡാൻ വണ്ടികളുണ്ട്, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കിടക്കാച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ പറയണ്ടേ നമുക്ക്? നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് തിരുവണ്ണൂരാണ് പ്രോപ്പർ സ്ഥലം വരുന്നത്. കാലിക്കറ്റ് തിരുവണ്ണൂർ മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസ്. ഇത്ര സ്ഥലമുണ്ട്. പ്രോപ്പറായിട്ട് വരുന്നത് മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസ് തിരുവണ്ണൂർ. അങ്ങനെ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും കേട്ടോ. ലീംസ് എന്നൊക്കെ അടിച്ച് ഞങ്ങൾക്ക് കിട്ടും, ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് നേരെ പോരാൻ വിശ്വസിച്ച് വണ്ടി എടുക്കാൻ പറ്റുന്ന ഷോറൂമുകളാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നമ്മളങ്ങനെ വാരി വലിച്ച് ഷോറൂമുകളും ചെയ്യാറില്ല. നമുക്ക് വിശ്വാസമുള്ള കുറച്ച് ഷോറൂമുകളുണ്ട്, അതിലൊരു ഷോറൂമാണിത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ചെറിയൊരു പ്രത്യേകത അല്ല, വലിയ പ്രത്യേകത തന്നെയാണ്. അതായത് പറഞ്ഞോളൂ, ഈ 28th ആനിവേഴ്സറി ആണ്. അതിനെ സംബന്ധിച്ച് നല്ലൊരു ഓഫേഴ്സ് പ്രൈസിനാണ് നമ്മൾ വണ്ടി കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. നല്ല അടിച്ചുപൊളി ഓഫർ പ്രൈസ് ആണ്. ഫുൾ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ലോൺ എല്ലാ വണ്ടിക്കും ചെയ്തു കൊടുക്കാൻ പറ്റും. മാക്സിമം പ്രൈസും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അല്ലേ. അപ്പോൾ കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നത് നേരെ പോരുക. നമുക്ക് വണ്ടി പരിചയപ്പെട്ട് തുടങ്ങാം. ഫ്രണ്ടിൽ നിന്നാണ് തുടങ്ങിയാലോ ആവശ്യമായിട്ട്. മുന്നിലേക്ക് വരുമ്പോൾ ഫസ്റ്റത്തെ റോയിൽ കുറേ SUV വണ്ടികളാണ് കിടക്കുന്നത്. ഒരു അറ്റത്തുനിന്ന് പിടിക്കാം അല്ലേ. ക്യാമറമാൻ പതുക്കെ ഇങ്ങോട്ട് പോന്നോളൂ. ആദ്യത്തെ വണ്ടി ഒരു ഹോണ്ട ജാസ് ആണ്. ഇത് 2015 മോഡൽ, 15 മോഡൽ പെട്രോള് SMT ഓപ്ഷൻ വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? കിലോമീറ്റർ 65 കിലോമീറ്റർ, 65,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓണർഷിപ്പ് ഇപ്പോൾ എല്ലാവരും സെക്കൻഡ് ഓണർഷിപ്പ്, സീറോ ക്ലെയിം, സീറോ ആക്സിഡന്റ് ഹിസ്റ്ററി. സീറോ ക്ലെയിം, സീറോ ആക്സിഡന്റ് ഹിസ്റ്ററി. നോ റീപ്ലേസ് ആണ്, ഒന്നുമില്ല. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. KL11 കോഴിക്കോട് വണ്ടിയാണ്. അപ്പോൾ ചോദിക്കുന്ന വില? ഇത് ആസ്കിംഗ് പ്രൈസ് 430 ആണ് ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാൻ പറ്റും. വിലയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഇതൊക്കെ പറയും. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. എല്ലാ വണ്ടികളും ക്ലീൻ പീസ് ആണ് കേട്ടോ. ഇവിടുത്തെ ഫാൻസി നമ്പറാണ്. എല്ലാ വണ്ടികളും ക്ലീൻ പീസ് ആണ്. ഇവിടെ ടോട്ടൽ ലോസ്, ഫ്ലഡ് അങ്ങനെയുള്ള വണ്ടികളൊന്നും ചെയ്യാറില്ല. ചെറിയ റീപ്ലേസ്മെന്റുകൾ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ പറഞ്ഞിട്ടാണ് കസ്റ്റമറിന് വണ്ടി കൊടുക്കുകയുള്ളൂ. അടുത്ത വണ്ടി നിയോസ്. ഓക്കെ, 2020 മോഡല് സ്പോർട്സ് ഓപ്ഷനിലെ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, 75,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവൽ വണ്ടിയാണ്. അപ്പോൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് വണ്ടി, ഒന്നുമില്ല. സീറോ ക്ലെയിം വണ്ടിയാണ്. അപ്പോൾ ചോദിക്കും, നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 520 ആണ് ചോദിക്കുന്ന വില. 5.5 വരെ ലോൺ ചെയ്തു, 5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. ഫുൾ ലോൺ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പൈസ കുറച്ച് കൂടുതൽ നിങ്ങളുടെ കൈ കിട്ടും. ഇത് 13 മോഡല് ഡീസൽ ആൾട്ടിസ്. ഓക്കെ, 13 മോഡലാണ്. G ഓപ്ഷനിലാണ്, D40 എഞ്ചിനാണ്. ഓക്കെ, 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഫുൾ ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. റീപ്ലേസ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. അപ്പോൾ ചോദിക്കുന്ന വില? ഇത് ആസ്കിംഗ് പ്രൈസ് 610. 610. 5 ലാഖ് വരെ ലോൺ ചെയ്തു. 5 ലാഖ് വരെ ലോൺ ചെയ്യാൻ പറ്റും. ഡീസലില് ടൊയോട്ടയില് ലോ കിലോമീറ്റർ വണ്ടിയാണ്. 1 ലക്ഷത്തി എന്ന് പറയുന്നത് 5,000 ഓടിയിട്ടുള്ളൂ. കമ്പനി കറക്റ്റ് പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 1 ലാഖിന്റെ സർവീസ് ചെയ്യുക, ഓടിക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഓടിക്കാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? ഓടിക്കാൻ അറിയണം. അപ്പോൾ നമുക്ക് ഇറ്റിയോസ് ലീവ 2017 മോഡൽ. ഓക്കെ, വി ഓപ്ഷനിലാണ്. സെക്കൻഡ് ഓണർ, 16,000 കിലോമീറ്റർ. ഓക്കെ, ഇതിന്റെ മെയിൻ ഗ്ലാസും ബോണറ്റും കമ്പനിയിൽ ബമ്പർ ടംബറിൽ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹിസ്റ്ററി ഉണ്ടാവും. ഹിസ്റ്ററിൽ റീപ്ലേസ് ചെയ്തതാണ്. വേറെ മേജർ ഒന്നല്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്, ബോണറ്റ് മാറിയിട്ടുണ്ട്. ഓക്കെ, ഗ്ലാസ് ആണ് ആദ്യം മാറിയത്, പിന്നാണ് ബോണറ്റ് മാറിയത്. അതെ, അത് കറക്റ്റ് പക്ക കമ്പനി ഹിസ്റ്ററി. ആകെ 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 16,000 കിലോമീറ്റർ. എത്രയും ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓണർഷിപ്പ് വണ്ടിയാണ്. ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5 ലാഖ് ആണ്. 5 ലാഖ് ആണ്. നമുക്ക് 6 ലാഖ് വരെ ലോൺ ചെയ്തു. 6 ലാഖ് വരെ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, 6 ലക്ഷം വരെ ലോൺ ചെയ്തു. അപ്പോൾ സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി അടുത്ത. യെസ്. അപ്പോൾ ഇനി നമുക്കൊരു
മെർസിഡീസ് ബെൻസ് ആണ്. ഇത് 2013 മോഡൽ ഡൽഹി വണ്ടിയാണ്. ഡൽഹി വണ്ടിയാണ്. ഇത് വിത്ത് എൻഒസിയിൽ നമുക്കൊരു 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8.5 ലക്ഷം. 8.5 ലക്ഷമാണ് ചോദിക്കുന്നത്. ഇതിന്റെ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആയിരിക്കും. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അല്ലേ? വിത്ത് എൻഒസിയിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇത് HR വണ്ടി ആയതുകൊണ്ട് ഏത് ഡൽഹി വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഫിനാൻസ് കിട്ടുമോ? ചെയ്ത് കൊടുക്കാൻ പറ്റും. മാറ്റലും എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഗ്ലാസ് റീപ്ലേസ് ചെയ്യണം. ചെറിയൊരു പൊട്ടുണ്ട്, മൈന്യൂട്ട് ക്രാക്ക് ഉണ്ട്. പക്ഷെ നമുക്ക് കാണില്ല, ചെറിയൊരു പൊട്ടുണ്ട്. കാണില്ല, കാണാൻ വരെ സാധിക്കാത്തൊരു പൊട്ടുണ്ട്. അത് ചെയ്ത് കൊടുക്കണം, ചെയ്ത് കൊടുക്കും. ഞാൻ ഇത്ര നേരം നോക്കിയിട്ട് കണ്ടില്ല, കാണാൻ കഴിയില്ല. ചെറിയൊരു വരണ്ട്, ചെറിയൊരു നഖത്തിന്റെ പോലത്തെ ഒരു വരണ്ട്. വരുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുക. ഇത് വരുന്നത് ഹോണ്ടന്റെ WRV പെട്രോൾ മാനുവൽ. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, VX വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് 19 മോഡൽ അല്ലേ? കിലോ 15,000 കിലോമീറ്റർ ഓടിയിട്ട്. അടുത്ത ലോ കിലോമീറ്റർ വണ്ടി വെറും 15,000 കിലോമീറ്റർ. സീറോ ക്ലെയിമിൽ കിടക്കുന്ന നീറ്റ് വണ്ടി അല്ലേ? ക്ലീൻ പീസ് വണ്ടി. ഒരു ഷോറൂം കണ്ടീഷൻ കിടക്കട്ടോ വണ്ടി. ഷോറൂം കണ്ടീഷൻ വണ്ടി 15 ഓടിയ വണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ അതെ. അപ്പൊ ഇതിന് ചോദിക്കുന്ന വില ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 8.10. 7.5 വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം അല്ലേ? നമ്മൾ ഓൾ കേരള ഫിനാൻസ് ചെയ്യുന്നില്ലേ? എവിടെ വേണേലും ആളായാൽ മതി അല്ലേ? ഓൾ ഇന്ത്യ ചെയ്യാൻ പറ്റുമോ? ഓൾ ഇന്ത്യ ഫൈനാൻസ് ചെയ്യാൻ കഴിയില്ല. ഓൾ ഇന്ത്യ നമുക്ക് NOC കൊടുക്കാം അല്ലേ? ഓൾ ഇന്ത്യയിൽ എവിടെ വേണേ നമുക്ക് NOC കൊടുക്കാം. അധികം വണ്ടി തമിഴ്നാട്ടിലേക്കൊക്കെ കണ്ടമാനം വണ്ടി പോകും. നമ്മൾ ഇവിടുന്ന് എടുക്കും, നേരെ പ്രൊഫഷണൽ കൊറിയർ അയച്ചു കൊടുക്കും. പെട്ടെന്ന് 2 ആഴ്ചക്കുള്ളിൽ പരിപാടി. പിന്നെ എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? എല്ലാ വണ്ടിക്കും അന്വേഷിക്കും. ഏത് വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം? ഓക്കെ, ഏത് വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. പർച്ചേസ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ഇത് ക്രെറ്റ 2020 മോഡൽ ക്രെറ്റ. ഓക്കെ. ഇത് സിംഗിൾ ഓണർ ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ ആണ്. കമ്പനി കറക്റ്റ് പ്രോപ്പർ ഫുൾ സർവീസ് ഹിസ്റ്ററി ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. സ്റ്റോക്ക് കണ്ടീഷനിലാണ് വണ്ടി എടുക്കുന്നത് അല്ലേ? അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ചോദിക്കുന്ന വില 10-20 ചോദിക്കുന്നത്. 9 lakh വരെ ലോൺ ചെയ്യാൻ പറ്റും. വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അതൊന്നും കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അടുത്ത ഒരു കിടക്കാച്ചി ഡസ്റ്റർ ആണല്ലോ? പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ. ഇത് 17 മോഡലാണ്. 19 രജിസ്ട്രേഷൻ ആണ്. 19 രജിസ്ട്രേഷൻ. ഓക്കെ. 19 രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഇത് 19ന്റെ ലെവലിലാണ് ഈ ലോൺ പ്രൊസീജിയേഴ്സ് ഒക്കെ വരുന്നത് അല്ലേ? ഓക്കെ. അതുപോലെ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ ആണ്. 95,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേറെ അലോയ് ചെയ്തിട്ടുണ്ട്, അഡീഷണൽ അലോയ് ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊരു എടുപ്പായിട്ടുണ്ടല്ലേ ആ അലോയ് വന്നപ്പോൾ തന്നെ? പിന്നെ ഒരു കളറും അടിപൊളി കളറാണ് അല്ലേ? യെസ്, വൈൻ റെഡ് ആയിട്ടുള്ളൊരു കളറാണ്. സീറോ ക്ലെയിം വണ്ടിയാണ്. യെസ്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില? ഇത് നമ്മൾ ചോദിക്കുന്ന 6.20 ചോദിക്കുന്നത്. 6.5 ലോണും ചെയ്യാം. അപ്പോൾ ഇത് സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. യെസ്. അപ്പോൾ മൈക്ര 2015 മോഡലാണല്ലേ? കോഴിക്കോട് വണ്ടി. തട്ടില് മുട്ടില് ഒന്നുമില്ല, ക്ലീൻ പീസ് വണ്ടി. ഓക്കെ. 70 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 70,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വില 3.20 ചോദിക്കുന്നത്. 2.5 വരെ നമുക്ക് ലോൺ ചെയ്തു. ഓ, 2,50,000 വരെ ലോൺ ചെയ്യാൻ പറ്റും. അലോയൊക്കെ ഇട്ടുണ്ടല്ലോ എക്സ്ട്രാ. വണ്ടി കാണാൻ അടിപൊളിയാണ്. നല്ല പവറുള്ള വണ്ടിയല്ലേ? അതെ, നമ്മുടെ നാട്ടിലുള്ള വണ്ടി. നമ്മൾ അറിയുന്ന ഒരാൾ പുതിയ ഇറക്കിയ വണ്ടിയാണ്. യെസ്. പിന്നെ അടുത്തത് നമുക്കൊരു 19 വെന്യൂ. പ്രത്യേകത ഉണ്ട്, പറഞ്ഞോളൂ. പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഏറ്റവും വെന്യൂ കിട്ടുന്നത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന വെന്യാണ്. 19 വെന്യൂ പെട്രോൾ വണ്ടി. 5,30,000 അല്ലേ? മാർക്കറ്റ് റേറ്റ് എത്രയുണ്ട്? നിങ്ങളെ കസ്റ്റമേഴ്സിന് പറയാൻ പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യാം. മാർക്കറ്റ് റേറ്റിലും താഴെയാണ്. മാർക്കറ്റ് റേറ്റ് എത്ര കുറവാണ്. റീപ്ലേസ് ഹിസ്റ്ററി ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, സീറോ ക്ലെയിം വണ്ടിയാണ്. ചെറിയൊരു പ്രശ്നമുള്ളത് 2 lakh കിലോമീറ്റർ ഓടിക്കും. 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കും. അത് ഫുൾ കമ്പനി പ്രോപ്പർ സർവീസുകളാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കും. നമുക്ക് 7 lakh വരെ ലോൺ ചെയ്തു. 7 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അടുത്ത സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടിയാണ്. 2 ലക്ഷം വണ്ടിയാണ്. 19 വണ്ടിയാണ്. 19 മോഡലുള്ള. അപ്പോൾ എത്രയും കിലോമീറ്റർ ഓടിയാലും മെക്കാനിക്കൽ സൈഡ് ആണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരിക്കലും പറയില്ല. നിങ്ങൾ എല്ലാ ഭാഗവും ഫുൾ നോക്കിയിട്ട് വണ്ടി കണ്ടാൽ 2 lakh കിലോമീറ്റർ ഓടി ആരും പറയില്ല. കാഴ്ചയിൽ മാത്രമല്ല പെർഫോമൻസിലും ഒക്കെയാണ് വണ്ടി കേട്ടോ. വണ്ടി 2019 മുതൽ 24 വരെ കമ്പനിയിൽ മാത്രം സർവീസ് ചെയ്ത വണ്ടിയാണ്.
അടുത്തൊരു വാഗണർ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പറ്റിയ വണ്ടി. അതെ, ഓട്ടോമാറ്റിക് ആണ്. 2020-21 മോഡലാണ്. ഓക്കെ, VXI ആണ്. 40,000 കിലോമീറ്റർ. VXI ആണ്. പെട്രോൾ വണ്ടിയാണ്. 40 ചില്ലറ ഓടിയിട്ടുള്ളൂ. 43 ഓടിയിട്ടുള്ളൂ. നോ റീപ്ലേസ്. അപ്പോൾ ഉള്ളിൽ അപ്പോർച്ചി ഒക്കെ മാറിയിട്ടുണ്ടോ? അല്ലേ, ചെയ്ത് വെച്ചാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ വില അറിഞ്ഞോളൂ. ക്ലീൻ ആണ്. എടുക്കുക ഓടുക. ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 560. 5 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു ടാറ്റ നെക്സോൺ. 18 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ സിംഗിൾ ഓണർ, കമ്പനി ഫുൾ പക്ക സർവീസ് ഇഷ്ടമുള്ള വണ്ടി. അതെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ HMD റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ചോദിക്കുന്ന വില ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6,70,000. 6,70,000 ചോദിക്കുന്ന വില. വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിലവിൽ ആക്സിഡന്റ് ഒന്നുമില്ല. ഇന്ത്യയിലൊക്കെ അഡീഷണൽ സിക്യോറൊക്കെ കമ്പനി ചെയ്തതാണ് അല്ലേ. ഓക്കെ, 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡീസലില് ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ്. ക്ലീൻ പീസ് വണ്ടിയാണ്. നമുക്കൊരു 6 ലക്ഷം വരെ ലോൺ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത വണ്ടി 16 മോഡല് XUV 500. ടോപ്പ് എൻഡ് വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടിയാണ്. അത് സൺറൂഫ് വരുന്നുണ്ട്, എയർ ബാഗ്, 8 എയർ ബാഗ്, ഫീച്ചേഴ്സ് എല്ലാം അന്നത്തെ ഫീച്ചർ റിച്ചാർഡിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 53 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ. 8,000 കിലോമീറ്റർ കമ്പനിയിൽ പ്രോപ്പർ സർവീസിന് വരുന്ന വണ്ടി. ഓക്കെ, അടുത്ത 60,000 കിലോമീറ്റർ സർവീസ് ചെയ്താൽ സർവീസിനെ പറ്റി ആലോചിച്ചാൽ മതി അല്ലേ. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം കസ്റ്റമർ മൈലേജും കിട്ടുന്നുണ്ടെന്നാ പറഞ്ഞു. മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ HMD റീപ്ലേസ് ഒന്നുമില്ല. സീറോ ക്ലെയിം. അതെ, അപ്പോൾ ഇതിന് ചോദിക്കണമല്ലോ. ആസ്കിംഗ് പ്രൈസ് 10,30. 10,30 ചോദിക്കുന്നത്. നല്ല അടിച്ചുപൊളി പ്രൊഫൈൽ കസ്റ്റമർക്ക് 9,000 വരെ നമുക്ക് ലോൺ ചെയ്തു. യെസ്, അടിച്ചുപൊളി പ്രൊഫൈൽ എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ട്രാക്കുള്ള വ്യക്തി, അതായത് സിബിൽ സ്കോർ വേണം. ഒരു 700+ സിബിൽ സ്കോർ വേണം അല്ലേ. 650 ഒക്കെ മതി. എന്നാലും ആ ഒരു റേഞ്ചിൽ ഇൻ ബിറ്റ്വീൻ 600 700 ഇടയിൽ സിബിൽ സ്കോർ ഉള്ള നമ്മൾ ലോൺ എമൗണ്ട് ഉള്ള ആ വ്യക്തിക്ക് ലോൺ എമൗണ്ട് അടിക്കാൻ കഴിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അടയ്ക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ നോക്കലാണ്. ഈ സിബിൽ സ്കോർ ചെക്ക് ചെയ്യലും എലിജിബിലിറ്റി നോക്കലും എല്ലാം അടയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഇത് ഈ പറഞ്ഞ ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിലൊക്കെ ലോൺ വീഴുന്നത്. നമുക്ക് ഫിനാൻസിന് വേണ്ട ബിസിനസ്സുകാരൻക്ക് എത്രയും ലോൺ ബാങ്ക് ലോൺ കൊടുക്കും. അതെ, അല്ല ഐ.ടി.ആർ ഫയൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എത്രയും ലോൺ കൊടുക്കും. യെസ്, പിന്നെ നിങ്ങൾ മുൻപ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ പെൻഡിങ് ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. പിന്നെ നമുക്ക് നോർമലി 5 വർഷത്തേക്ക് ഫിനാൻസ് കിട്ടും. നോർമലി 5 വർഷത്തേക്ക് കിട്ടും. 3 years 4 years ഒക്കെ കിട്ടും. 2023, 22, 24 വണ്ടിക്ക് നമുക്ക് 7 years കിട്ടും. 7 years കിട്ടും. ആ മോഡൽ കൂടിയ വണ്ടികൾക്ക് 7 വർഷം വരെ കിട്ടും. 3 കൊല്ലം 2024 ആണല്ലോ. 23, 22, 24 ഈ കൊല്ലത്തിന്റെ വണ്ടികൾക്ക് നമുക്ക് 7 years ചെയ്തു 7 years തീർക്കാൻ പറ്റും. കുറച്ച് മോഡൽ കുറഞ്ഞ വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ 2 വർഷം വരെ കിട്ടാൻ തോന്നുന്നു അല്ലേ. ഇയർ ബാക്ക് ആണല്ലോ. അനുസരിച്ച് അത് അങ്ങോട്ട് ഇങ്ങോട്ടും മാറും. ഓക്കെ, അപ്പോൾ ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു നമുക്ക്? നമ്മുടെ 6 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ആധാർ കാർഡ്, പാൻ കാർഡ്, പിന്നെ ഒരാളെ ഗ്യാരണ്ടർ നോക്കാം. അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് നമുക്കൊരു 3 working days അല്ലെ 4 working days അത് കിട്ടിയാൽ മതി. നമുക്ക് അതിനുള്ളിൽ വണ്ടി ഇറക്കി പ്രോസസ് എല്ലാം കഴിഞ്ഞ് വണ്ടി കൈ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് പെർ ലാഖിന് എന്താ അടവ് വരും? പെർ ലാഖിന് 2,400 വരും. 2,400 2,400 ബിറ്റ്വീൻ ആ ഒരു റേഞ്ചിൽ നമുക്ക് അടവ് വരുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയുടെ വില വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സ് അപ്പോൾ അതിൽ പ്രൊഫൈൽ കുറച്ച് കുറഞ്ഞാൽ ചിലപ്പോൾ അതിൽ കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മളെ ഓരോ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് മാറും. അപ്പം പൊതുവെ എല്ലാവരും 7 to 8 പോകുന്നത്. ബാങ്ക് 8 മേലോട്ട് പോകുന്നുണ്ട്. പ്രൊഫൈൽ അനുസരിച്ച്. അപ്പോൾ ഫിനാൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ അതിന്റെ ഇടയിൽ പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് കിയ സെൽറ്റോസ്. ഇത് 2019 മോഡലാണ്. 20 രജിസ്ട്രേഷൻ. ഓക്കെ, ഡീസൽ മാനുവൽ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ. HTK+ എന്ന് പറയുന്ന വേരിയന്റ്. അന്നത്തെ ഫുൾ ഓപ്ഷന്റെ രണ്ടാമത്തെ ഓപ്ഷൻ. അതായത് സൺറൂഫ് ഇല്ല, ചെറിയ കുറവുകൾ അല്ലേ. എല്ലാ ഫീച്ചേഴ്സും വരും. പുഷ് ബട്ടൺ വരും, അലോയ് വീൽ വരും, എയർ ബാഗ് വരും, എല്ലാ ഫീച്ചേഴ്സും വരും. ആവശ്യമുള്ള എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്, മാനുവൽ ആണ്. എന്നാലും പക്ക ക്വാളിറ്റി തന്നെ എടുക്കുകയാണ്. വെറൈറ്റി കളറാണ് അല്ലേ. ഇതിനെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം ഈ കളറിനെ? നമുക്ക് മമ്മൂക്കന്റെ ഒരു ബെൻസ് ഉണ്ട്. സെയിം കളറാണല്ലേ. ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും അല്ലേ. പ്രത്യേക തരം കളറാണ്. അറിയാവുന്ന ഒരു കമന്റ് ഇടുക.
അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില നമ്മൾ ആസ്കിംഗ് പ്രൈസ് 10.30. 10.30 ചോദിക്കുന്നത്. 10 lakh വരെ ലോൺ ചെയ്തു. 10 lakh വരെ ലോൺ ചെയ്യാം. വെറും 30 രൂപ അടച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി ഇറക്കാം. 30 രൂപ അടിച്ചാൽ മതി. അപ്പോൾ അടുത്ത് വീണ്ടും ഒരു ടാറ്റ നെക്സോൺ 2021 മോഡൽ. 21 മോഡൽ. 20 മോഡലാണല്ലേ? ഓക്കെ സാർ. മോഡല് എക്സെറ്റ് ആണ്. 20 മോഡൽ എക്സെറ്റ് പെട്രോൾ മാനുവൽ ആണ്. പെട്രോൾ മാനുവൽ ആണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ടോ? കിലോമീറ്റർ 50. 50,000 കിലോമീറ്റർ ഓടിയുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ ഗ്ലാസിന് ഒരു ക്രാക്ക് ഉണ്ട്. വിൻഷീൽഡിൽ ഒരു ചെറിയ ക്രാക്ക്. എടുത്ത് വരുന്ന ടൈമിൽ നമുക്ക് കിട്ടിയ ക്രാക്കാണല്ലേ? ആ കുറ്റം നിങ്ങൾ ഏറ്റെടുക്കുന്നു. കുട്ടപ്പനായി കൊടുക്കും. റീപ്ലേസ്മെന്റ് ഉള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കസ്റ്റമർക്ക് എടുക്കുമ്പോൾ ചെയ്തു കൊടുക്കും. എന്തൊക്കെ കമ്പനി ചെയ്തു കൊടുക്കും, പുറത്തുനിന്ന് ചെയ്തു കൊടുക്കും, എങ്ങനെയാണ് ചെയ്തു കൊടുക്കും. ഓക്കെ. അവരെ താല്പര്യം അനുസരിച്ച് ചെയ്തു കൊടുക്കും. ചെയ്യാണ്ട് കൊടുക്കുന്ന അതിന്റെ റേറ്റ് കുറച്ചും കൊടുക്കും. ഗ്ലാസ് മാറ്റാൻ ആകെ 6,000 rupees ചെലവുള്ളൂ. ചെലവൊന്നുമില്ല. പിന്നെ ഹിസ്റ്ററിയിൽ വരുന്നുള്ളൂ. അത് അവർക്ക് എപ്പം ആണെങ്കിലും എപ്പം വന്നാലും നമ്മൾ മാറ്റി കൊടുക്കും. ഓക്കെ. അല്ല നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ വില നമ്മൾ കുറച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിന്റെ വില എത്ര? ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7.35. 2020 മോഡൽ എക്സാക്റ്റ് ആണ്. പെട്രോൾ മാനുവൽ. ഓക്കെ. 7.35 ചോദിക്കുന്നത്. ഫിനാൻസ് എത്ര വരെ കയറും? 6.5 റേഞ്ച്. 6.5 എന്തായാലും കയറും. 6.5 എന്തായാലും കയറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനിയുള്ള വണ്ടികൾ എന്ന് പറയുന്നത് ക്യാമറ ഒന്ന് തിരിച്ചു കാണിക്കൂ. തിരിച്ചു കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികൾ, ചെറിയ കാറുകളൊക്കെ ഉണ്ടല്ലേ? ഇനിയും കുറച്ച് വണ്ടികൾ വരാനുണ്ട്. 10 വണ്ടിയിൽ ലോ ബഡ്ജറ്റ് 2 lakh റേഞ്ചുള്ള വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറാനുണ്ട്. അത് നിങ്ങൾ അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? എല്ലാം കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തണ്ട. അത് നല്ല കിടിലൻ വണ്ടികളായിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികളായിരിക്കും. ബഡ്ജറ്റിൽ പെട്ടെന്ന് കസ്റ്റമേഴ്സ് വന്ന് സ്പോട്ടിൽ എടുത്തുകൊണ്ടാകാൻ പറ്റിയ വണ്ടികളായിരിക്കും. അപ്പോൾ അത് നമ്മൾ നാളത്തെ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് ഇരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ തൽക്കാലം കൊണ്ട് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ? ഓക്കെ. ടാറ്റ.